കുത്തിയൊലിച്ചെത്തിയ ചെളിയിൽ പുതഞ്ഞ് മരണത്തിന്റെ വക്കിൽ കിടന്ന സ്ത്രീയെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയത് വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ അജ്മലാണ്. ഒരു ജീവൻ രക്ഷിക്കാനായതിന്റെ ആശ്വാസമുണ്ടെങ്കിലും അജ്മൽ മാഷ് അങ്ങേയറ്റം ദുഃഖിതനാണ്. മലപ്പുറം സ്വദേശിയായ അജ്മൽ മാഷ് സ്കൂളിന് സമീപമാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. സംഭവ ദിവസം രാത്രി 2 മണിയോടെയാണ് മാഷ് ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നത്. പുഴ ശക്തിയായി ഭീകരമായ ശബ്ദത്തോടെ ഒഴുകുന്നുണ്ടായിരുന്നു. പേടി തോന്നി പല ആളുകളും ഉറങ്ങിയിട്ടില്ല. സ്കൂളിന്റെ ഭാഗത്ത് തടിയും മരങ്ങളും കല്ലുകളുമൊക്കെ വന്നു നിറഞ്ഞിരുന്നു. അതിനിടയിൽ നിന്നാണ് നിലവിളി കേട്ടത്. വീട്ടുമുറ്റത്ത് നിന്ന് ഏതാണ്ട് 30 മീറ്റർ താഴെ ചെളിയിൽ കഴുത്തറ്റം പുതഞ്ഞ നിലയിൽ ഒരു സ്ത്രീ കിടക്കുന്നു. ഈ ആളുകളുടെ ശബ്ദകോലാഹലം കേട്ടപ്പോൾ ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ ചില പന്തികേട് തോന്നിയപ്പോൾ ഞാൻ പുറത്തേക്ക് കോട്ടിട്ടിറങ്ങി. ഇറങ്ങി നോക്കുമ്പോഴാണ് ഒരു 10-15 മീറ്റർ അകലെയാണ് റോഡ്. അതിന് 15 മീറ്റർ അകലെയാണ് ഈ സ്ത്രീ അവിടെ കിടക്കുന്നത് കണ്ടത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു കോണി കാണാം. അപ്പോൾ ആരോ രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ആ കോണി എടുത്ത് താഴേക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പം മരക്കൂട്ടങ്ങൾക്കിടയിലാണ്, അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ഏതായാലും അവരെ പൊക്കി എടുക്കാൻ ശ്രമിച്ചപ്പോൾ കാല് പൂന്തി കിടക്കാണ്. ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. അവരെ ഉപേക്ഷിച്ച് പോയതാണെന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവരെ എടുക്കണം എനിക്ക് നിർബന്ധമായിട്ട് തോന്നി. മുണ്ടക്കൈ പള്ളിയിലെ മദ്രസയിൽ താമസിക്കാൻ അവസരം ലഭിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് സ്വന്തം ജീവൻ ബാക്കിയായി. ആ മദ്രസയുടെ പള്ളിയുടെ ഭാഗത്ത് റൂമുണ്ടായിരുന്നു. ആ റൂമിൽ നിങ്ങൾക്ക് താമസിക്കാമെന്ന് എനിക്ക് ഓഫർ ചെയ്തിരുന്നു. ഞാൻ അവിടെ നിന്നിരുന്നുവെങ്കിൽ അവിടെ ഒരു ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫെസ്റ്റ് ഉണ്ട്, ഞാൻ അറിയുന്നൊരു ഒരു ഉസ്താദാണ് അവിടുത്തെ. അപ്പോൾ അദ്ദേഹം കിടന്നിരുന്ന റൂമിൽ തൊട്ടപ്പുറത്തെ റൂമിലാണ് എനിക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ റൂമും അദ്ദേഹം കിടന്നിരുന്ന റൂമും ഒക്കെ ചെളി കയറിയിട്ടാണ് അദ്ദേഹത്തിന് വരെയും മരണം ഉണ്ടായത്. ഞാനും അതിൽ പെട്ടുപോകുമായിരുന്നു. സ്വയം രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം, ഒരാളെ രക്ഷപ്പെടുത്തിയതിന്റെ സമാശ്വാസം, അപ്പോഴും വേദന ബാക്കി. അങ്ങനെ സ്വയം രക്ഷയുടെ ഒരു ആശ്വാസവും മറ്റൊരാളിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ ഒരു സമാശ്വാസവും ഇത് രണ്ടും എനിക്കുള്ളത്. അതിനപ്പുറം വേദനയുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 വയനാട്.